ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IPL ക്രിക്കറ്റിൽ കന്നി കിരീടം ചൂടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഫൈനലിൽ പഞ്ചാബിനെ തകർത്തത് 6 റൺസിന്. ഭീകരതയെയോ ആണവ ഭീഷണികളെയോ ഇന്ത്യ ഭയക്കുന്നില്ലെന്ന് സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ. കേരളത്തിന്റെ റെയിൽ ബജറ്റ് വിഹിതം 3042 കോടി രൂപയായി വർദ്ധിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. അറഫ സംഗമം നാളെ. ദക്ഷിണ കൊറിയയിൽ പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ലീ ജെ മ്യൂങ് അടുത്ത പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. സർക്കാർ പദ്ധതികൾ എല്ലാവരിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിർമ്മിത ബുദ്ധി, ഇ ഗവേണൻസ് എന്നിവയിലെ നൂതന ആശയങ്ങൾ സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 127ാമത് ഇൻഡക്ഷൻ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന സിവിൽ സർവീസസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സേവന വിതരണം മെച്ചപ്പെടുത്തുന്നത് മുതൽ ഡാറ്റ അധിഷ്ഠിത തീരുമാനമെടുക്കൽ വരെ ഡിജിറ്റൽ ഉപകരണങ്ങൾ കാര്യക്ഷമവും സുതാര്യവും പൌരസൌഹൃദപരവുമായ ഭരണ സംവിധാനം സാധ്യമാക്കാൻ സഹായിക്കുമെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുന്ന പശ്ചാത്തലത്തിൽ അസം, സിക്കിം മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരിതബാധിത സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. സിക്കിമിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലാച്ചൻ, ഛാദൻ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ 34 പേരെയാണ് വ്യോമസേനയും NDRFും രക്ഷപ്പെടുത്തിയത്. 130 വിനോദസഞ്ചാരികളാണ് ലാച്ചനിൽ കുടുങ്ങിയതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. IPL ക്രിക്കറ്റിൽ കന്നി കിരീടം ചൂടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് പരാജയപ്പെടുത്തിയാണ് RCBയുടെ കിരീട നേട്ടം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒടുവിൽ ഇതിഹാസ താരം വിരാട് കോഹ്ലിയെ തേടി അഭിമാന കിരീടം വന്നെത്തി. IPLന്റെ ആദ്യ സീസൺ മുതൽ 18 വർഷക്കാലം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും സൂപ്പർ താരം കോഹ്ലിയും ലക്ഷ്യം കണ്ടിരിക്കുന്നു. അഹമ്മദാബാദിലെ റണ്ണൊഴുകും പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB ഉയർത്തിയ 190 എന്ന വിജയലക്ഷ്യത്തിലെത്താൻ ശ്രേയസ് അയ്യർ നയിച്ച പഞ്ചാബിന് സാധിച്ചില്ല. അവസാന ഓവറിൽ വിജയത്തിനായി 29 റൺസ് വേണ്ടിയിരിക്കെ ശശാങ്ക് സിംഗ് നടത്തിയ വെട്ടിക്കെട്ട് ബാറ്റിംഗിലൂടെ 22 റൺ അടിച്ചെങ്കിലും കപ്പിലെത്താൻ അതും മതിയായിരുന്നില്ല. മികച്ച ബൌളിംഗിന്റെ ബലത്തിൽ പടയുടെ ബാറ്റിംഗിനെ പിടിച്ചുകെട്ടാൻ RCBക്ക് സാധിച്ചു. 35 പന്തുകളിൽ നിന്ന് 43 റൺസ് നേടിയ കോഹ്ലിയുടെ മിന്നും പ്രകടനം കലാശ പോരാട്ടത്തിൽ നിർണായകമായി. ഒപ്പം 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങിയ കൃണാൽ പാണ്ഡ്യയുടെ തകർപ്പൻ ബൌളിംഗും. അസാധാരണ ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ച കൃണാൽ പാണ്ഡ്യയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായി സുദർശൻ കൂടുതൽ റൺസ് നേടിയതിന് ഓറഞ്ച് ക്യാപ്പും സഹതാരം പ്രസിദ്ധ് കൃഷ്ണ കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയതിന് പർപ്പിൾ ക്യാപ്പും നേടി. ടൂർണമെന്റിലുടനീളം മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവ് ഏറ്റവും വിലപ്പെട്ട കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനായി MPമാരുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ പര്യടനം തുടരുന്നു. BJP MP ബൈജയന്ത് പാണ്ഡ, DMK MP കനിമൊഴി കരുണാനിധി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ പര്യടനം പൂർത്തിയാക്കി ഇന്നലെ തിരിച്ചെത്തി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ പോരാട്ടത്തിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ച UK സർക്കാരിനെ അഭിനന്ദിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്നലെ വിദേശകാര്യ കോമൺവെൽത്ത് ഡെവലപ്മെന്റ് ഓഫീസിലെ സ്ഥിരം അണ്ടർ സെക്രട്ടറി ഒലിവർ റോബിൻസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീ മിശ്രി. ന്യൂഡൽഹിയിൽ നടന്ന 17ാമത് ഇന്ത്യ UK ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻസിന്റെയും ആദ്യ സ്ട്രാറ്റജിക് എക്സ്പോർട്സ് ആൻഡ് ടെക്നോളജി കോഓപ്പറേഷൻ ഡയലോഗിന്റെയും ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. ഭീകരതയെയോ ആണവ ഭീഷണികളെയോ ഇന്ത്യ ഭയക്കില്ലെന്ന് സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പാകിസ്ഥാൻ പിന്തിരിയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സാവിത്രിഭായ് ഭൂലെ പൂനെ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അനിൽ ചൌഹാൻ. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ സൈനിക നടപടികൾ മുന്നേറിയെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും അദ്ദേഹം പറഞ്ഞു. Now Pakistan is faced with a different kind of a prospect that he faces military action in case we find terror happening against us.
And also, we have kind of raised the bar. We have connected terror to water, and we have drawn out the new lines for military operations against terror. പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ചേരണമെന്നാവശ്യപ്പെട്ട് INDI സഖ്യം. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് 16 രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ടെന്ന് ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിന് ശേഷം കോൺഗ്രസ് MP ദീപേന്ദർ സിംഗ് ഹൂഡ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യത്തെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപമാനിച്ചെന്ന് BJP. ഭോപ്പാലിൽ ഇന്നലെ നടന്ന പരിപാടിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ പരിഷ്കൃത രാഷ്ട്രീയ നേതാവിനും പ്രതിപക്ഷ നേതാവിനും യോജിച്ചതല്ലെന്ന് BJP MP സാംബിത് പത്ര ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിന് അനുവദിച്ച റെയിൽവേ ബജറ്റ് വിഹിതം 372 കോടി രൂപയിൽ നിന്ന് ഈ സാമ്പത്തിക വർഷത്തിൽ 3042 കോടി രൂപയായി ഉയർത്തിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അങ്കമാലി എരുമേലി റെയിൽവേ പദ്ധതി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചതാണ് ഇക്കാര്യം. അങ്കമാലി ശബരി റെയിൽപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. പാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ജൂലൈയിൽ തന്നെ ആരംഭിക്കാനും തീരുമാനിച്ചു. അതേസമയം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയേക്കും. യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും ജനങ്ങളിൽ ആവേശം വർദ്ധിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗയെ ജനപ്രിയമാക്കാൻ യോഗാന്ധ്ര 2025 എന്ന പരിപാടിയിലൂടെ ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ഈ മാസം 21 യോഗാ ദിനം ആഘോഷിക്കാനും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മിനായിലെ തമ്പുകൾ തീർത്ഥാടകർ എത്തുന്നതോടെയാണ് കർമ്മങ്ങൾ ആരംഭിക്കുക. ഇന്ന് മുഴുവൻ സമയവും തീർത്ഥാടകർ മിനായിൽ പ്രാർത്ഥനയിൽ കഴിയും. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം നാളെ നടക്കും. 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അറഫ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. ദക്ഷിണ കൊറിയയിൽ പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ലീ ജെ മ്യൂങ് അടുത്ത പ്രസിഡന്റാകും. ഇന്നലെ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വൻ ഭൂരിപക്ഷം നേടിയതായി ഔദ്യോഗിക ഫലങ്ങൾ വ്യക്തമാക്കുന്നു. പ്രധാന എതിരാളിയായ നിലവിലെ പ്രസിഡന്റ് പീപ്പിൾ പവർ പാർട്ടിയുടെ കിം മൂൺ സൂവിനെയാണ് ലീ ജെ മ്യൂങ് പരാജയപ്പെടുത്തിയത്. സൈനിക നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് മുൻ പ്രസിഡന്റ് യൂൺ സുക് യോളിനെ പാർലമെന്റ് ഇംപീച്ച് ചെയ്ത് പുറത്താക്കി 6 മാസത്തിനു ശേഷമാണ് ദക്ഷിണ കൊറിയയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. 2026 മാർച്ച് മാസത്തോടെ 500 രൂപ കറൻസി നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിൻവലിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന യൂട്യൂബ് വീഡിയോ വസ്തുതാ വിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ. RBI ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ലെന്ന് PIB ഫാക്ട് ചെക്ക് അറിയിച്ചു. 500 രൂപ നോട്ടുകൾ പിൻവലിച്ചിട്ടില്ലെന്നും സാധുത ഉണ്ടെന്നും PIB അറിയിച്ചു. രാജ്യത്തെ ആദ്യ തദ്ദേശീയ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കുന്നതിന് സഹായകമാകുന്ന ധാരണാപത്രത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും നോർവേയും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സബർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യയുടെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡും നോർവേയുടെ ക്യാങ്സ്ബർഗ് ഓസ്ലോയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ശാസ്ത്രീയ പുരോഗതി, സുസ്ഥിര വികസനം എന്നിവയിലെ ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ധാരണാപത്രമെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IPL ക്രിക്കറ്റിൽ കന്നി കിരീടം ചൂടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഫൈനലിൽ പഞ്ചാബിനെ തകർത്തത് 6 റൺസിന്. ഭീകരതയെയോ ആണവ ഭീഷണികളെയോ ഇന്ത്യ ഭയക്കുന്നില്ലെന്ന് സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ. കേരളത്തിന്റെ റെയിൽ ബജറ്റ് വിഹിതം 3042 കോടി രൂപയായി വർദ്ധിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. അറഫ സംഗമം നാളെ. ദക്ഷിണ കൊറിയയിൽ പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ലീ ജെ മ്യൂങ് അടുത്ത പ്രസിഡന്റ്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.